നമസ്കാരം. 2021 ജൂൺ 30 വണ്ടിപ്പെരിയാർ ചുരക്കുളം എസ്റ്റേറ്റിലെ ഒരു എസ്റ്റേറ്റ് ലയത്തിനുള്ളിലെ ഒരു വീട്ടിനുള്ളിൽ 6 വയസ്സുകാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നു. കുട്ടിയുടെ കഴുത്തിൽ ഷാൾ കുരുങ്ങി കുട്ടി മരിച്ചു എന്നാണ് ആദ്യം അന്വേഷണ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ബന്ധുക്കളുമൊക്കെ ധരിച്ചിരുന്നത്. എന്നാൽ തുടർന്ന് നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ കുട്ടി ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയായിട്ടുണ്ടെന്നും കുട്ടിയെ ആരോ ക്രൂരമായി പീഡിപ്പിച്ചിട്ടുണ്ടെന്നും അതിനൊപ്പം തന്നെ പ്രകൃതി വിരുദ്ധമായ ലൈംഗിക പഠനങ്ങൾക്കൊക്കെ ആ പാപം കുഞ്ഞ് ഇരയായിട്ടുണ്ട് എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ തെളിയുകയും തുടർന്ന് അന്നത്തെ ആയിരുന്ന വണ്ടിപ്പെരിയാർ ആയിരുന്ന TD സുനിൽകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഈ കേസ് അന്വേഷിക്കുകയും ഏതാണ്ട് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നാട്ടിലെ DYFI പ്രവർത്തകനും എസ്റ്റേറ്റ് ലയത്തിൽ തന്നെ താമസിക്കുന്ന ഈ കുട്ടിയുടെ പിതാവിൻ്റെ അടുത്തറിയാവുന്നവനും അല്ലെങ്കിൽ ആ കുടുംബവുമായൊക്കെ ബന്ധമുണ്ടായിരുന്ന അർജുൻ എന്ന ഒരു യുവാവിനെ പോലീസ് പിടികൂടുകയും ചെയ്തു. തുടർന്ന് അർജുൻ പോലീസിനോട് തുറന്നു സമ്മതിക്കുകയും താനാണ് ആ കുട്ടിയെ പീഡിപ്പിച്ചതെന്ന് തുറന്നു സമ്മതിക്കുകയും ഏകദേശം 3 വയസ്സ് മുതൽ ആ കുട്ടിയെ പീഡിപ്പിക്കുന്നത് ഇയാൾക്കൊരു പതിവായിരുന്നു എന്നും പല ഘട്ടങ്ങളിലും കുട്ടിക്ക് ചോക്ലേറ്റ് നൽകി കുട്ടിക്ക് പോലും മനസ്സിലാകാത്ത ഘട്ടങ്ങളിലൊക്കെ കുട്ടിയെ പീഡിപ്പിച്ചിരുന്നുവെന്നും അതിനൊപ്പം തന്നെ ഇയാൾ അന്ന് ആ കുട്ടി TV കണ്ടുകൊണ്ടിരുന്ന സമയത്ത് അവിടേക്ക് എത്തി കുട്ടിയെ വിളിച്ചു കൊണ്ടുപോയി പീഡനം കഴിഞ്ഞതിനോ സമയത്ത് ഈ കുട്ടി ബോധരഹിതയാകുകയും എന്നാൽ വീണ്ടും കുട്ടി അബോധാവസ്ഥയിൽ തന്നെ കിടക്കുകയും അതുകൊണ്ട് തന്നെ കുട്ടിയുടെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയും അതിനുശേഷം ഇതിൻ്റെ ഒരു ഷാൾ കുരുക്കി കെട്ടിത്തൂക്കുകയുമായിരുന്നുവെന്ന് പ്രതി സമ്മതിക്കുകയും അതേ തുടർന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരെല്ലാം കൂടി ഈ പ്രതിയുമായി പല ഇടങ്ങളിലും നടന്ന് കുട്ടിയെ കൊണ്ടു നടന്ന സ്ഥലങ്ങളിലൊക്കെ പ്രതി കാണിച്ചു കൊടുക്കുകയും അതുപോലെ ഈ പ്രതി കുറ്റകൃത്യം നടത്തിയ രീതിയൊക്കെ ആ ലയത്തിലെത്തി കാണിച്ചു കൊടുക്കുകയും അതേ തുടർന്ന് നാട്ടുകാരൊക്കെ വലിയ സംഘമായി ചേർന്ന ആളുകൾ കൂക്കി വിളിക്കുകയും ഇവനെ പരസ്യമായി മർദ്ദിക്കുന്ന സാഹചര്യങ്ങൾ ഒരപ്പച്ചൻ എന്ന് പരസ്യമായി ഇവനെ ചെവിക്കിട്ടത്തടിക്കുന്ന ഒരു സാഹചര്യമൊക്കെ മാധ്യമങ്ങളിലൊക്കെ കാണുകയും ഇതെല്ലാം മാധ്യമങ്ങളിലൂടെ ലോകം മുഴുവൻ കാണുകയും ഒക്കെ ചെയ്തിരുന്നു. തുടർന്ന് നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശനും അതുപോലെ തന്നെ MP സുരേഷ് ഗോപിയും ഒക്കെ ആ വീട്ടിലെത്തി അവരെ ആശ്വസിപ്പിക്കുകയും അവിടേക്ക് വലിയൊരു ജനപ്രവാഹവും അതുപോലെ തന്നെ ജനപ്രതിനിധികളുടെ ഒരു വലിയ പ്രവാഹവും ഒക്കെ ആ വീട്ടിലേക്ക് വരികയും ചെയ്തിരുന്നു. ഏകദേശം 14 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ആ ദമ്പതികൾക്കൊരു കുഞ്ഞ് പിറക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ദുഃഖം ഒരിക്കലും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. അത്രയേറെ സങ്കടം അവർ നിലനിൽക്കുമ്പോഴും ഈ ഒരു കേസ് പോലീസ് പെട്ടെന്ന് തന്നെ തെളിയിക്കുകയും അതിനൊപ്പം തന്നെ ഏകദേശം സെപ്റ്റംബർ 2021 ഇതിൻ്റെ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ഇതിൻ്റെ വാദപ്രതിവാദങ്ങൾ കോടതിയിൽ നടന്നു. ഏകദേശം 2 വർഷം നീണ്ടുനിന്ന വാദപ്രതിവാദങ്ങൾ. അതിനൊടുവിൽ കോടതി ഇന്ന് ഒരു വിധി പ്രഖ്യാപിക്കുന്നു. ഈ അർജുൻ എന്ന പ്രതി അല്ലെങ്കിൽ പോലീസ് കണ്ടെത്തിയ പ്രതിയല്ലെന്നും അയാൾ ഒരു നിരപരാധിയാണെന്നും അയാളെ വെറുതെ വിടുന്നു എന്നുമാണ് കോടതിയുടെ വിധി. എന്തായാലും പരമോന്നതമായ കോടതിയെ നമുക്ക് വിശ്വസിക്കാതിരിക്കാനും ആവില്ല. കാരണം നമ്മുടെ നീതിന്യായ വ്യവസ്ഥയും കോടതിയും ഒന്നും നമ്മൾ ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ തള്ളിപ്പറയുകയും അല്ലെങ്കിൽ അതിനെ അവിശ്വസിക്കുകയും ചെയ്യുന്നത് ശരിയല്ല. അതുകൊണ്ട് തന്നെ കോടതി കണ്ടെത്തിയത് ശരിയാണെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ നമ്മുടെ മുൻപിൽ ഉയരുന്ന നിരവധി ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ഈ കുട്ടി ഇങ്ങനെ പീഡിപ്പിച്ച് അല്ലെങ്കിൽ ഈ കുട്ടി പീഡനമേറ്റാണ് മരിച്ചതെങ്കിൽ യഥാർത്ഥ പ്രതി ആരാണ്? 3 വയസ്സ് മുതൽ ഈ കുട്ടിയെ ഇത്ര ക്രൂരമായി പീഡിപ്പിക്കുകയും ഈ കുടുംബത്തിലെത്തി അന്നത്തെ ദിവസം ഈ കുട്ടിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തത് യഥാർത്ഥമായുള്ള ഒരു പ്രതി ആരാണ്? എന്തുകൊണ്ടാണ് പോലീസ് ആ പ്രതിയെ രക്ഷിച്ചുകൊണ്ട് നിരപരാധി നാട്ടിലെ കാര്യമാത്ര പ്രസക്തനുമായ അല്ലെങ്കിൽ ഏറ്റവും അധികം ആളുകൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ജനങ്ങളുടെ അടുത്ത് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ ജനത്തിലെ എപ്പോഴും സമൂഹത്തിൽ ഉന്നതനായി നിൽക്കുന്ന അർജുൻ എന്നൊരു പാവം യുവാവിനെ പിടിച്ച് 2 വർഷം തടവിനൊക്കെ ശിക്ഷിച്ച് ഈ ഒരു അയാളുടെ ജീവിതവും അയാളുടെ എല്ലാവിധ കാര്യങ്ങളുമൊക്കെ തകർത്തെറിഞ്ഞ് പോലീസ് എന്തിനാണ് ഇങ്ങനൊരു ഒരു ഡമ്മി പ്രതിയെ ഉണ്ടാക്കിയെടുത്തത്? ഇനി ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കളവാണെങ്കിൽ ഈ 6 വയസ്സുകാരിക്ക് ജീവിത നൈരാശ്യവും അല്ലെങ്കിൽ ഇനിയിപ്പോൾ ജീവിക്കേണ്ട, ഇത്രയും കാലം ജീവിച്ചുകൊണ്ട് ഒരുപാട് സങ്കടങ്ങൾ ജീവിതത്തിലുണ്ടായി, അങ്ങനെ വലിയൊരു നൈരാശ്യം മൂലം ആ 6 വയസ്സുകാരി ആത്മഹത്യ ചെയ്തതാണെങ്കിൽ എന്തുകൊണ്ടാണെന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ഈ കുട്ടി ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയായിട്ടുണ്ട് എന്ന് ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നൽകുന്നത്? അപ്പോൾ ഇതൊക്കെ എന്തിനായിരുന്നു ഇത്രയും വലിയ നാടകങ്ങൾ നമ്മുടെ മുൻപിൽ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മുൻപിൽ പോലീസും നമ്മുടെ ഈ ഡോക്ടർമാരുമൊക്കെ അരങ്ങേറ്റിയത്? അങ്ങനെ ഉണ്ടെങ്കിൽ ഈ അന്വേഷണ സംഘത്തിൽ അന്നുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ എല്ലാം ഡിസ്മിസ് ചെയ്യണം. അവരുടെ എല്ലാം നമ്മുടെ ഗരുഡൻ സിനിമയിൽ കാണിക്കുന്ന പോലെ അവരുടെ എല്ലാം
സ്വത്തും അവരുടെ എല്ലാ ആനുകൂല്യങ്ങളും പിടിച്ചെടുത്ത് ഈ പാവം പിടിച്ച യുവാവ് അർജുൻ എന്ന ഈ നല്ലവനായ സമൂഹത്തിലെ ഉന്നതനായ ഈ യുവാവിന് നൽകണം. അതുപോലെ തന്നെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കളവ് കാണിച്ച ആ ഡോക്ടറെയും അറസ്റ്റ് ചെയ്ത് അയാളുടെ ഡോക്ടറേറ്റ് തന്നെ എടുത്തു കളഞ്ഞ് അയാൾക്കൊരു ശിക്ഷ തന്നെ വിധിക്കണം, ഇത്രയും വലിയൊരു കളവ് കാണിച്ചതിന്. ഇനി അതല്ല, ഡോക്ടർ എഴുതിയത് സത്യവും പ്രതികളിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ലാതെ ഒരു ഡമ്മി പ്രതിയായി പാപം അർജുനെ പിടിച്ചതാണെങ്കിൽ തീർച്ചയായും പോലീസിനെതിരെ വലിയൊരു നടപടി തന്നെ ഉണ്ടാകണം. ഇത്രയും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെല്ലാം അന്ന് സ്റ്റേഷനിലുണ്ടായിരുന്ന ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരെ വരെ ഡിസ്മിസ് ചെയ്യണം, സസ്പെൻഡ് ചെയ്ത് അവരെ അങ്ങനെ ഒഴിവാക്കാൻ പാടില്ല. അങ്ങനെ എല്ലാ പോലീസുകാരെയും ശിക്ഷിച്ചാൽ മാത്രമേ ഇതിന് കൃത്യമായ തെളിവ് വരുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ. എന്തായാലും ഇനി പോലീസിൻ്റെ മുൻപിൽ ഒരു പുതിയ പ്രതിയെ ഉണ്ടാക്കി പോലീസ് കൊണ്ടുവന്ന് കോടതിയിൽ ബോധിപ്പിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ ഈ ഒരു കേസിന് ഒരു പ്രാധാന്യവുമില്ല. ഇത്രയും അധികം കേരളം ചർച്ച ചെയ്യപ്പെട്ട, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത് കേന്ദ്രത്തിൽ വരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായിരുന്നു ഈ കുട്ടിയുടെ മരണം. അതുകൊണ്ട് തന്നെ ഇത്രയും പ്രാധാന്യം നേടിയ, മാധ്യമ ശ്രദ്ധ നേടിയ ഈ കേസിൽ 2 വർഷം കൊണ്ട് വിധി നടത്തുകയും ഏകദേശം 48-ലധികം സാക്ഷികളാണ് ഈ ഒരു കേസിൽ കോടതിയിൽ ഇതുവരെ സാക്ഷിയും പറഞ്ഞത്. അതിനൊപ്പം തന്നെ 69-ലധികം തെളിവുകളും 19-ലധികം വസ്തുക്കളും തെളിവായൊക്കെ പോലീസ് കോടതിയിൽ, അന്വേഷണ ഉദ്യോഗസ്ഥർ കോടതിയിൽ നൽകിയിരുന്നു. ഇതെല്ലാം കളവാകുന്ന ഒരു സാഹചര്യവും കോടതി കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഇതിനൊരു വലിയ അന്വേഷണം നടത്തി ഇതിൻ്റെ യഥാർത്ഥ പ്രതിയെ കണ്ടെത്തേണ്ടതും അത്യാവശ്യമാണ്. എന്തായാലും അതൊന്നുമില്ലാതെ ഇത് ഇങ്ങനെ തന്നെ ഫയൽ അടയ്ക്കുമോ എന്നും നമുക്ക് വരുന്ന ആളുകളിൽ കാത്തിരുന്ന്